കൽപ്പാത്തിയിൽ ദേവരഥ സംഗമമായി. തേരുകളുടെ പ്രയാണം ആരംഭിച്ചു. തേരുമുട്ടിയിലാണ് 5 തേരുകൾ സംഗമിക്കുക. സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സച്ചിൻ, വളരെയധികം ആഘോഷത്തിലാണ് ഇപ്പോൾ കൽപ്പാത്തിയിൽ ഇപ്പോൾ ഇതാ ദേവരഥ സംഗമത്തിനുള്ള സമയമായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ചെന്തൂരി വലിയ ആഘോഷത്തിലാണ് ഇപ്പോൾ പാലക്കാട് കൽപ്പാത്തിയുള്ളത്. കാരണം 10,000-കണക്കിന് ആളുകളാണ് കൽപ്പാത്തിയിൽ രഥസംഗമം, ചരിത്രപ്രസിദ്ധമായ രഥസംഗമം കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. രഥപ്രയാണം കൽപ്പാത്തിയുടെ വീതികളിലൂടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രഥങ്ങൾ ഓരോന്നോരോന്നായി പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൽപ്പാത്തി രഥസംഗമം, ലോകപ്രശസ്തമായ കൽപ്പാത്തി രഥസംഗമം വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ നടക്കും. വലിയ 100-കണക്കിന് ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ കൽപ്പാത്തി രഥസംഗമം കാണാൻ വേണ്ടിയാണ് സംസ്ഥാനത്തിന്റെയും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നടക്കം 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൽപ്പാത്തിയിൽ ഉണ്ടായിട്ടുള്ളത്. 1-ാം തേര് ദിവസവും അതേപോലെ തന്നെ 2-ാം തേര് ദിവസവും വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെയും അതേപോലെ തന്നെ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെയും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെയും തേരുകളാണ് മഹാരഥ സംഗമത്തിനായി അല്പസമയത്തിനുള്ളിൽ അണിനിരക്കുക. 5 തേരുകൾ വിശാലാക്ഷി സമേത ക്ഷേത്രത്തിന് മുൻപിൽ എത്തുന്നതോടെ പ്രസിദ്ധമായ കൽപ്പാത്തി രഥസംഗമം ഇവിടെ നടക്കും. തേരുമുട്ടിയിലാണ് 5 രഥങ്ങൾ സംഗമിക്കുക. വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടുള്ള ആഘോഷത്തിന് നാളെയോടുകൂടിയാണ് പരിസമാപ്തി കുറിക്കുക. ഇന്ന് രാവിലെ മുതൽ വിവിധ ചടങ്ങുകളോടുകൂടി തന്നെ കൽപ്പാത്തിയിലെ രഥപ്രയാണങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൽപ്പാത്തിയിലെ രഥവീതികൾ തേരുകൾ എത്തുക. അതിനുശേഷം രഥസംഗമം നടക്കും. ലോകപ്രസിദ്ധമായ രഥസംഗമമാണ് കൽപ്പാത്തിയിൽ നടക്കുക. വലിയ രീതിയിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കൽപ്പാത്തി വിശാലാക്ഷി വിശ്വനാഥ ക്ഷേത്രം. അവിടെയാണ് പ്രസിദ്ധമായ രഥസംഗമം നടക്കുന്നത്. ഇപ്പോൾ ആർപ്പുവിളികളോടുകൂടെ രഥം വലിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള രഥങ്ങളാണ് കൽപ്പാത്തിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ യുവാക്കളുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ കുട്ടികളുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രഥം കൽപ്പാത്തിയുടെ വീതികളിലൂടെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളും അതേപോലെ തന്നെ സ്ത്രീകളും യുവാക്കളും അടക്കം വലിയ ഒരു ജനപ്രവാഹം തന്നെ കൽപ്പാത്തിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടുണ്ട്. 500ഓളം പോലീസുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗങ്ങളടക്കം ചേർന്ന് കൊണ്ടാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. ഇപ്പോൾ രഥങ്ങൾ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളും അതേപോലെ തന്നെ സ്ത്രീകളും അടക്കം നിരവധി പേരാണ് കൽപ്പാത്തി രഥസംഗമം കാണാൻ വേണ്ടി കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി ദേവരഥ സംഗമത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. വിശാലാക്ഷി സമേതനായ വിശ്വനാഥമൂർത്തി ക്ഷേത്ര സമീപത്തിലേക്കാണ് ഈ രഥങ്ങളെല്ലാം തന്നെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.